ഒരു നാരങ്ങുള്ള അങ്ങോട്ട് കാച്ചിയാലോ. തൃശ്ശൂർ MP സിനിമകൾ കാണാറുണ്ടോ? ഞങ്ങൾ എപ്പോഴും ചോപ്പ് ഇടാറില്ല. പശുവിനെ കൊണ്ട് ഒരാൾ വന്നു, പശു കൊണ്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാറേ 20 ലിറ്റർ തരുമെന്ന് പറഞ്ഞ പശുവാണ്, ഇപ്പം 2 ലിറ്ററേ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള. അങ്ങനെ ക്രിസ്മസ് വിത്ത് ഹൈബി ഈഡൻ. ഞങ്ങളുടെ നാട്ടിലേ പെട്ടെന്ന് ഒരുപാട് കാലമായിട്ട് ഫോൺ ചെയ്ത് കിട്ടാത്ത ആൾക്കാർ നമ്മൾ പറയും, ഓ പ്രധാനമന്ത്രിക്കും MP കൂടി ഇല്ല എത്ര തിരക്കുന്നത്. താങ്കളുടെ കേസിൽ അത് പറയാനും വയ്യ, താങ്കൾ മെമ്പർ ഓഫ് പാർലമെന്റ് ആണല്ലോ. ഞാൻ ഈ ക്രിസ്മസ് കാലത്ത് ഈ ബോബോ കഫേൽ ഫോർട്ട് കൊച്ചിയിൽ താങ്കളുടെ ഈ ഒരു പരിസരത്തിൽ നിന്നോട് സംസാരിക്കുമ്പോൾ ക്രിസ്മസ് എങ്ങനെയാണ് സാധാരണ ഒരു ഓർമ്മകളിലെ ക്രിസ്മസ്? ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് നടക്കുന്ന സ്ഥലത്താണ് നമ്മളിരിക്കുന്നത്, ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. അതെ. അപ്പോൾ ചില ആളുകൾ, എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളൊക്കെ പറയും, ക്രിസ്മസ് യു ഷുഡ് കം ടു ലണ്ടൻ. അതായത് സ്നോ, നമ്മൾ ഈ ഫെറി ടെയിൽ അല്ലെങ്കിൽ മൂവീസിലൊക്കെ കാണുന്ന പോലെ. പിന്നെ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഹോം അലോണിലെ ക്രിസ്മസ് ആണ്. നമ്മളൊരു കുട്ടിയായിരിക്കുമ്പോൾ ഭയങ്കര നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു മൂവിയാണ് ഹോം അലോൺ. അപ്പോൾ അതിൽ അഡ്വഞ്ചർ ഉണ്ട്, ഫണ്ണുണ്ട്, പിന്നെ ക്രിസ്മസിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പം നമ്മളുടെ സ്നോഫോളും ക്രിസ്മസും ആ ഒരു ഇതിലാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ 2-3 ഇൻവിറ്റേഷൻസ് എൻ്റെ അടുത്ത് പറഞ്ഞു, ലണ്ടനിലെ ക്രിസ്മസ് വൈബ് ഇസ് ഗുഡ്, ഡെക്കറേറ്റഡ് ആണ്, സിറ്റി മുഴുവൻ ഒരു സ്പിരിറ്റ് ഓഫ് ക്രിസ്മസ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോകും. നമ്മുടെ ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് മഞ്ഞ് എന്തായാലും കിട്ടില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ക്രിയേറ്റ് ചെയ്ത ഒരു കൊച്ചിയിലെ മഞ്ഞുകാലം കണ്ടിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ജങ്കാർ പോകുന്ന സ്ഥലത്ത് ഐസ് കട്ടകളൊക്കെ കിടക്കുന്നു, ഫോർട്ട് കൊച്ചി മഞ്ഞിൽ മൂടി നിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഇമാജിൻ ചെയ്യാമല്ലോ നമ്മൾ. പക്ഷെ ഏറ്റവും കൂടുതൽ ആവേശവും ഒരു എന്താ പറയുക, ഒരു സ്പിരിറ്റ് ഓഫ് ക്രിസ്മസ് ഉള്ള ഒരു സ്ഥലം ഫോർട്ട് കൊച്ചിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ പറ്റിയില്ല. അതിന് മുമ്പ് ഞങ്ങൾ ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന, കൊച്ചിക്കാരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് പപ്പാഞ്ഞിയെ കത്തിക്കുക എന്ന് പറയുന്നത്. പപ്പാഞ്ഞിയെ കത്തിക്കാൻ വന്നിരുന്നു. പക്ഷെ ഐ ഗോട്ട് ബാഡ്ലി സ്റ്റക്ക് ട്രാഫിക്കിൽ. അതായത് തിരിച്ച് വീട്ടിലെത്തിയത് 4 മണിക്കാണ് രാവിലെ. കത്തിച്ചെല്ലാം കഴിഞ്ഞ് ഇവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഭയങ്കരമായിട്ട് വന്നു. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം കുറേ പേര് വന്ന് പിന്നെ അതൊരു ഒരു കൺഫ്യൂഷനായി. ഈ വർഷമാണ് നടക്കേണ്ടത്, അത് ഇനി അടുത്ത വർഷത്തേക്കാക്കി. അപ്പോൾ ഒരു വലിയൊരു ഓഫീസർ ഈ കഴിഞ്ഞ തവണ പപ്പാഞ്ഞിയെ കത്തിക്കാൻ സ്മാർട്ട് സിറ്റിയുടെ ഒരു ജോയിൻറ്റ് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ, ഹി വാസ് അമേസ്ഡ് ടു സീ ദിസ്. പക്ഷെ ഞങ്ങളിപ്പോൾ ട്രൈ ചെയ്യുന്നത് ഈ കൊച്ചിയിലെ ക്രൗഡ് കുറയ്ക്കാൻ, ഫോർട്ട് കൊച്ചിയിലുള്ള ആഘോഷങ്ങൾ പോലെ തന്നെ, ന്യൂ ഇയർ ആഘോഷം പോലെ തന്നെ എറണാകുളത്തും പല സ്ഥലങ്ങളിലായിട്ട് സ്കാറ്റർ ചെയ്യാം. ആളുകൾക്ക് പല സ്ഥലത്ത് പോകാം. എറണാകുളത്തുള്ള ആൾക്കാരെല്ലാവരും ഇങ്ങോട്ട് വരണ്ട, മറൈൻ ഡ്രൈവിൽ ആഘോഷിക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ വെന്യൂസിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം. നൈസ്. പൊളിറ്റിക്കൽ ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു ആഘോഷങ്ങൾക്കൊക്കെ എപ്പോഴും കൂട്ടായ്മയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛനൊക്കെ വരാൻ പറ്റുമായിരുന്നോ ക്രിസ്മസ്? അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ ബാല്യകാലങ്ങളിൽ? അങ്ങനെയല്ല, കസിൻസൊക്കെ ആയിട്ട് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ കൂടുതലും വെക്കേഷൻസിന് കസിൻസിൻ്റെ വീട്ടിൽ പോകും. എൻ്റെ മമ്മി ചെറുതിലെ മരിച്ചാണ്. അപ്പോൾ ഡാഡി ഇതെല്ലാം ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരാളാണ്. വീട്ടിലായിരിക്കും മിക്കവാറും. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവരും വരും. പിന്നെ ഞങ്ങളുടേത് ഒരു ഓപ്പൺ ഹൗസ് ആയിരുന്നു. അപ്പോൾ ഡാഡി ഉള്ളപ്പോൾ ഇപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയില്ല. ഇങ്ങനത്തെ ഇപ്പോഴത്തെ ആളുകളത് ആഗ്രഹിക്കുന്ന ആളുകളും അല്ല, കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മുടെ ഒരു ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ചെറുപ്പം മുതലേ കണ്ടിരിക്കുന്നത് വീട്ടിലെ ആളുകൾ വരും, അടുക്കളയിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കും. എൻ്റെ ആൻറ്റി ഒരു നല്ല കുക്കായിരുന്നു, അപ്പോൾ എപ്പോഴും വീട്ടിൽ പ്രിപ്പറേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഏതെല്ലാം രീതിയിൽ ആഘോഷിക്കുന്ന ആ രീതിയിലെല്ലാം ആഘോഷിക്കുന്ന ആൾക്കാർ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലെ ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നിട്ട് പോകും. അപ്പോൾ എന്നും ഒരു ക്രിസ്മസ് ആണ് വീട്ടിൽ. അതെ. നമ്മൾ ഇപ്പോൾ ആളുകൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ലൈഫ്. പിന്നെ ക്രിസ്മസിന് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരു ഫെസ്റ്റീവ് മൂഡിലാണ്. അവധി കാലമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫോർട്ട് കൊച്ചിയും പരിസര പ്രദേശവും എല്ലാം ആ ഒരു സ്പിരിറ്റ് ഓഫ് ക്രിസ്മസിൽ മുങ്ങി നിൽക്കുകയാണ്. 2011 തൊട്ട് ഐ തിങ്ക് പൊളിറ്റിക്കൽ ജീവിതത്തിൽ എറണാകുളം ഫോർട്ട് കൊച്ചി ജീവിതത്തിൻ്റെയും ഒരു ജോലിയുടെയും ഭാഗമാണ്. അപ്പോൾ ഇത്രയും ഏകദേശം 10 കൊല്ലം ഇത്രയും കാലഘട്ടത്തിൽ 2011 to 2024 ഇതിൽ അവനവനുള്ളൊരു ജേർണി ഉണ്ടല്ലോ, പേഴ്സണൽ ജേർണിയിൽ ഫ്രം MLA to MP ആയിരുന്നു. പേഴ്സണലി ഏറ്റവും അധികം സന്തോഷിച്ച ചില മൊമെൻറ്റ്സ്, ചിലപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓ ദിസ് വാസ് മൈ ടേണിംഗ് പോയിന്റ് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഉണ്ടോ? എനിക്ക് അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത്. ഞാൻ ഐ എം വെരി ലക്കി. കാരണം ഇപ്പം ചില ആൾക്കാർ പറയും വാട്ട് ഈസ് യുവർ പൊളിറ്റിക്കൽ ആംബിഷൻ, ഗോൾ, എവിടെ എത്തണം, ഇന്നതാണോ ടാർഗറ്റ്? ഒന്ന് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമോ ടാർഗറ്റോ ഇല്ല. പൊളിറ്റിക്സിൽ നമുക്ക് അങ്ങനെ ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഒരു കരിയർ ഓപ്ഷൻ പോലെ ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ ഐ എം വെരി ബ്ലെസ്ഡ്. കാരണം
ഈ ചില സമയത്ത് നിങ്ങളുടെ മാധ്യമങ്ങൾ തന്നെ ചിലപ്പോൾ നെപ്പോ കിഡ് എന്നൊക്കെ വിളിക്കുമെങ്കിലും ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം ബോൺ ഹീസ് മൈ ഡാഡ് എന്ന് പറയാൻ എനിക്ക് ഒരു വലിയ അഭിമാനം തോന്നുന്ന ഒരാളാണ്. 2011 ഞാൻ കേരളത്തിൻ്റെ അസംബ്ലിയിലെ ഏറ്റവും യങ്ങസ്റ്റ് മെമ്പർ ഓഫ് അസംബ്ലി ആയിരുന്നു. അവിടെ നാം ഒരുപാട് പേർക്ക് കിട്ടേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് പൊളിറ്റിക്കൽ ആംബിഷനായി കൊണ്ടു കിടക്കുന്ന ഒരുപാട് അക്സെപ്റ്റൻസസ് എനിക്ക് പാർട്ടി നൽകിയിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. അപ്പോൾ എനിക്കൊരു ടാർഗറ്റ് ഗോൾ ഒന്നുമില്ല. അതിനേക്കാളെല്ലാം കൂടുതൽ ചില മൂമെൻറ്റ്സ് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യും. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞത്, ഞാൻ MLA ആയിരുന്നപ്പോൾ ആരംഭിച്ച ഞങ്ങളുടെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് സൗഖ്യം, സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ്. ഞങ്ങളൊരു ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. പക്ഷെ ഞാനത് വളരെ കൃത്യമായി ആ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഫെസിലിറ്റീസും ഡോക്ടർ ഗംഗാരന് മുതലുള്ള എല്ലാ ഡോക്ടേഴ്സും സാധാരണക്കാർക്ക് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയുള്ള എല്ലാ സൗകര്യവും അതിനുശേഷം അതിൻ്റെ ഫോളോ അപ്പ്. അപ്പോൾ ഫോളോ അപ്പ് ഞങ്ങൾ ഒരുപാട് ഹാർട്ട് സർജറീസ്, ഹിയറിംഗ് എയ്ഡ്സ്, സ്പെക്ടക്കിൾസ്, ആർട്ടിഫിഷ്യൽ ലിംസ്, കുറേ കാര്യങ്ങൾ. നെക്സ്റ്റ് ഇയർ വെൻ ഐ ഡിഡ് ദറ്റ്, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അദ്ദേഹം സൗഖ്യത്തിൽ വന്ന് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത ആളാണ്. സോ ഹീ ബിക്കം എ വോളണ്ടിയർ ഇൻ മൈ നെക്സ്റ്റ് ക്യാമ്പ്. ഇപ്പം ഞാൻ ഏറ്റവും അവസാനം ഞാൻ MP ആയതിനു ശേഷം ഞങ്ങളൊരു ഹൃദയത്തിൽ ഹൈബി എന്ന് പറഞ്ഞൊരു ഹാർട്ട് ആൻജിയോപ്ലാസ്റ്റി പ്രോഗ്രാം ചെയ്തു. വീണ ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ചെയ്തത്. ഇത് CSR ഫണ്ടഡ് പ്രോഗ്രാം. 100 പേർക്ക് നമ്മൾ ₹1 പോലും വാങ്ങാതെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഒരു സ്റ്റെൻറ്റോ 4 സ്റ്റെൻറ്റോ ഒക്കെ ഇടുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ PA, എൻ്റെ ജൂനിയർ ആയിരുന്നു കോളേജിൽ, അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, MP ഇങ്ങനൊരു സർജറി ചെയ്യാൻ വന്ന ഒരാൾ നമ്മുടെ കോളേജിൽ നമ്മുടെ അന്ന് സ്റ്റുഡൻറ്റ് ഇതിൽ എതിർ ചേരിയിൽ നിന്ന ഒരാളാണ്, SFIയിൽ ഉണ്ടായിരുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരു യങ് ബോയ് പെട്ടെന്ന് ഒരു ഇത് വരേണ്ടി വന്നു, പെട്ടെന്ന് ഫിനാൻസസ് ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് നമ്മുടെ ഇതിൽ വന്നു. ലക്ലി ഹീസ് വെരി ഫിറ്റ് ആൻഡ് ഫൈൻ. ഇപ്പം ഞങ്ങൾ ഇവരുടെ ഒരു ഗ്യാതറിങ് വെച്ചു. ഇത് കഴിഞ്ഞിട്ട് ആൾ വളരെ വൈകാരികമായിട്ട് ഇതിൽ വന്നിട്ട് സംസാരിച്ചു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. ഞാൻ പറഞ്ഞത് ദീസ് ആർ മൂമെന്റ്സ് വിച്ച് ഗിവ് മീ സാറ്റിസ്ഫാക്ഷൻ, വിച്ച് ഗിവ് മീ ഹാപ്പിനെസ്. നമ്മളിപ്പോൾ വലിയ റോഡ്, പാലം, കെട്ടിടം ഇതെല്ലാം വേണം, ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നതുമാണ് ഡേ ടു ഡേ. പക്ഷെ അതിനെ ഹൈബീഡൻ വേണമെന്നില്ല. ആര് വന്നാലും ഇറ്റ് വിൽ ഹാപ്പൻ. ഇതൊരു ലൈഫ് മൊമെന്റ്സ് ദാറ്റ് മാറ്റർ അല്ലേ? ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഈ കപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. വേൾഡ്സ് ബിഗസ്റ്റ് മെൻസ്ട്രൽ ഹൈജീൻ ഡ്രൈവ്. ദാറ്റ് ഈസ് അഗെയിൻ ഇറ്റ് വാസ് എ ബ്രേവ് മൂവ്. ചിലപ്പോൾ നമുക്ക് തിരിച്ചടിക്കാം, ചിലപ്പോൾ നെഗറ്റീവ് ആകാം, ഇയാൾക്ക് വേറെ ജോലി എന്ന് പറയും. പക്ഷേ ഐ മെയ്ഡ് ഇറ്റ് ആസ് എ ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു പഞ്ചായത്ത് മെമ്പറോ ഞങ്ങളുടെ പാർട്ടിയിലൊരാളോ ഇതിനെതിരെ പറയാൻ പറ്റില്ല. ഇത് എന്തോ പ്രൗഡായിട്ട് പറയണം, വിത്ത് പ്രൈഡ് പറയണം, ഞങ്ങളല്ലേ ഇതിൻ്റെ കൂടെയുണ്ട്. ഇറ്റ് ബിക്കേം എ ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം അതുപോലെയുള്ള പ്രോജക്ട്സ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ മെഡിക്കൽ ക്യാമ്പ്സ്, എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഹെൽപ്പ് ചെയ്ത, ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തൊരു കുട്ടി, ഞാൻ MLA ആവുന്നതിന് മുമ്പാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ റെക്കമെൻഡ് ചെയ്താൽ കിട്ടൂല്ലേ എന്നൊന്നും അറിയില്ല. ഞാൻ ഹെൽപ്പ് ചെയ്തു, ഷീ ഗോട്ട് അഡ്മിഷൻ, എല്ലാം ക്ലിയർ. ആ കുട്ടി ഷീ ഈസ് റണ്ണിങ് എ ബിഗ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. സോ അങ്ങനെ എനിക്കറിയത്തില്ല, പക്ഷേ ഷീ പ്രൗഡ്ലി സെഡ് ദാറ്റ് ചേട്ടനാണ് എന്നെ സഹായിച്ചത്. അപ്പം ഞാൻ പറയുന്നത് these are moments which as a parliamentarian, as a people's representative, which makes you proud and happy. അപ്പോൾ അതൊരു സന്തോഷമാണ്. ഇതൊക്കെ നമുക്ക് ഓർക്കാനുണ്ടാവുള്ളൂ. സാധാരണ ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് പറയും ശബ്ദം കുറച്ച് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് സാധാരണ നിലയിൽ ഒരു MP ഇങ്ങനെ ഇത്രയധികം ശബ്ദമെടുത്ത് താങ്കൾ എല്ലാ പ്രസംഗങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ശബ്ദം പോയതിൻ്റെ കാര്യം, അതുകൊണ്ട് തന്നെ കാപ്പി കുടിച്ചോളൂ, ശബ്ദം തിരിച്ചു വരട്ടെ. ഒരു പാർലമെൻറ്റിലൊരു ദിവസം പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾക്ക് രാജ്യസഭയാണോ അല്ലെങ്കിൽ ലോക്സഭയാണെന്ന് അറിയണമെങ്കിൽ
കർട്ടന്റെ അല്ല സോറി ഈ കാർപ്പറ്റ് കാർപ്പറ്റിന്റെ നിറം റെഡ് ഓർ ഗ്രീൻ കറക്റ്റ് ഇപ്പൊ അതൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ ഉണ്ട്, വ്യത്യാസമുണ്ട്. വാട്ട് ഹാപ്പൻസ് ഒരു ദിവസം ഒരു പാർലമെന്റിൽ താങ്കൾക്കുണ്ടാകുന്ന ഒരു ദിവസം എങ്ങനെയാണ് സാധാരണ? ഹൗ ഡസ് ഇറ്റ് സ്റ്റാർട്ട്? പാർലമെന്റിൽ ഡൽഹിയിലാവുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം ഗുണം എന്ന് പറയുന്നത് അസംബ്ലി ഇവിടെ 8:30 തുടങ്ങുമായിരുന്നു, അവിടെ 11 മണിക്ക് തുടങ്ങും. അവിടെ മഞ്ഞും അവിടെ വേഴ്സ്റ്റ് ക്ലൈമറ്റ് കണ്ടീഷൻസ്, എക്സ്ട്രീം ക്ലൈമറ്റ് കണ്ടീഷൻ. ഇവിടെ വീട്ടിലായിരിക്കുമ്പോൾ 6:30 മുതൽ ആളുകൾ കാണാൻ വരും. ഇറ്റ് വിൽ ബി എ ക്രൗഡഡ് ഡേ. ഇത് രാവിലെ അവിടെ അങ്ങനെ ഒരു തിരക്കോ ഇതെല്ലാം നമുക്ക് രാവിലെ എഴുന്നേക്കൽ ഒക്കെ ഇത്തിരി ലേറ്റ് ആയാലും പ്രശ്നമില്ല. ബട്ട് യു ഹാവ് പാർലമെൻ്ററി പാർട്ടി മീറ്റിംഗ്സ്. അപ്പോൾ ചിലപ്പോൾ 9 ഉണ്ടാവും, 10 ഉണ്ട്, ചിലപ്പോൾ പ്രൊട്ടസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും ഓൾമോസ്റ്റ് പ്രൊട്ടസ്റ്റ് ഉണ്ടാവും. യു ആർ ഇൻ ദി ഓപ്പോസിഷൻ. രാവിലെ എഴുന്നേക്കും, ഞാനൊരു ചായ കുടിക്കും, ചിലപ്പോൾ ഒരു ടോസ്റ്റ് കഴിക്കും, പിന്നെ നേരെ കുളിച്ച് റെഡിയായിട്ട് പോവും. ചിലപ്പോൾ ആദ്യം മീറ്റിംഗ് ആയിരിക്കും, മീറ്റിംഗ് കഴിഞ്ഞ് ചിലപ്പോൾ പ്രൊട്ടസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പ് ഒരു വളരെ എക്സ്ട്രീം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ അഡ്ജേൺമെൻറ്റ് മോഷൻസ് ഫയൽ ചെയ്യണം. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മുടെ പാർട്ടി ലൈൻസിലൊക്കെ നിൽക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് PA പറഞ്ഞു കൊടുക്കും. മിനിസ്റ്റേഴ്സിന് കൊടുക്കാനുള്ള ലെറ്റേഴ്സൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒരു ഫയലാക്കാൻ പറയും. ദെൻ നമ്മൾ രാവിലെ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് 0 hour കിട്ടുമോ അതൊക്കെ. അപ്പോൾ ഞാൻ പറയും അത് കൊടുത്തിട്ട് ചെക്ക് ചെയ്യിപ്പിക്കും, വന്നോ ഇല്ലയോ ഉണ്ടെങ്കിൽ അതിനുള്ള ഡോക്യുമെൻ്റ് പ്രിപ്പയർഡ് ആയിരിക്കും. രസമാണ്. നമ്മളിപ്പോൾ ചില പൊളിറ്റിക്കൽ പ്രസംഗങ്ങൾ നടത്തും. ചിലപ്പോൾ നമ്മൾ ചില വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ, റെയിൽവേ ഡെവലപ്മെൻറ്റ്, നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ്. കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിൽ, അതായത് ഞാൻ ഫസ്റ്റ് MP ആയിരുന്നപ്പോൾ 17th ലോക്സഭയിൽ ഞാൻ പ്രസംഗിച്ച ഒരു ഇൻട്രസ്റ്റിംഗ് മാറ്റർ എന്ന് പറയുന്നത് ഷിപ്പ് റീസൈക്ലിംഗ് ബില്ലെന്നായിരുന്നു. എന്താണ് ബില്ലെന്നോ ഏതാണ് കാര്യമെന്നോ ഒന്നും എനിക്കറിയില്ല. പാർട്ടി പറഞ്ഞു യു ഹാവ് ദിസ് ഓപ്പർച്യൂണിറ്റി, യു ഷുഡ് സ്പീക്ക്. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് പ്രിപ്പയറിങ്. ഹൈക്കോർട്ടിൽ ഒരു മാരിടൈം എക്സ്പേർട്ട് ലോയർ ഉണ്ട്, അദ്ദേഹത്തെ വിളിച്ചു. എന്താണിത്? ഷിപ്പ് പോകുമ്പോൾ നമ്മൾ ഷിപ്പ് ഫ്ലോട്ട് ചെയ്യുമല്ലോ, അപ്പോൾ അതിന് കുറേ വെള്ളം അതിൽ നിറയ്ക്കും. ബെല്ലാസിംഗ് എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ ഇത് പുറംകടലിൽ പോകുമ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വെള്ളം റിലീസ് ചെയ്യുന്നത് ഡീബെല്ലാസിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ടെക്നിക്കൽ ടേംസ് ഉണ്ട്, ചില ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഷിപ്പ് റീസൈക്ലിംഗ് ബില്ലെന്ന് പറയുന്നത് ഒരു ഷിപ്പ് പൂർണ്ണമായിട്ടും ഈ ബ്രേക്ക് ചെയ്യുന്ന, അതിനെ ഡിസ്മാൻറ്റിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ പൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഗുജറാത്തിലെ അലാങ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പ് ബ്രേക്കിംഗ് ഈ സ്ഥലമാണ്. അപ്പോൾ ഈ ഷിപ്പ് ബ്രേക്ക് ചെയ്യുമ്പോൾ പൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ മേജർ കൺട്രീസ് ലൈക്ക് ജപ്പാൻ, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളൊന്നും ഈ ഇൻ്റർനാഷണൽ ട്രീറ്റിയിൽ ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ ഇന്ത്യ ഇൻ്റർനാഷണൽ ട്രീറ്റിയിൽ ഒപ്പിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരികയാണ് സ്ട്രോങ് ആയിട്ട്. അപ്പോൾ അതാണ് ഈ ബില്ലിൻ്റെ സാരാംശം. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച്, പക്ഷെ എനിക്കന്ന് തോന്നിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്, നമ്മളിത് പഠിച്ചു പോയി പറഞ്ഞപ്പോൾ ബാക്കിയെല്ലാവരും ഒരു പരപ്പിൽ സംസാരിച്ചപ്പോൾ മിനിസ്റ്റർ വാസ് ലിസ്ണിങ് അയാൾക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ, ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു. അയാൾ മുഴുവൻ സമയവും ഇത് വെച്ചിട്ട് ഹി വാസ് കെയർഫുള്ളി ലിസ്ണിങ്. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ബില്ലൊന്നുമല്ല, പക്ഷെ അത് കേട്ട് അയാൾ മറുപടി പറഞ്ഞപ്പോൾ മുഴുവൻ സമയവും എൻ്റെ പേരെടുത്ത് ഇന്ന പ്രോബ്ലംസ്, പിന്നെ പൊല്യൂഷൻ ആസ്പെക്റ്റ്, എല്ലാ ആസ്പെക്റ്റും അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇതൊരു, നമ്മളാൾക്കാർ പറയും പാർലമെൻറ്റിൽ പോകുന്നു, എന്താ ചെയ്യുന്നത്, എന്താ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. നമ്മൾ ചിലപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നതായിരിക്കും മാത്രം കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പാർലമെൻറ്റ് അഡ്ജേൺ ചെയ്തു, സമരമായിരുന്നു, ബഹളമായിരുന്നു, അടിയായിരുന്നു എന്നൊക്കെ കേൾക്കും. ഇതാണ് കേൾക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ടു സം എക്സ്റ്റെൻറ്റ് ഇഫ് സംബഡി ഗോസ് ഓൺ മൈ ഇൻസ്റ്റാ ഹാൻഡിൽ ഓർ ഫേസ്ബുക്ക്, ഇറ്റ്സ് ഓൾ ദെയർ. ഞാൻ പറഞ്ഞത് ഒരു പ്രിപ്പറേഷൻ പറയുകയാണ്. അപ്പോൾ ആ ദിവസം വൈകുന്നേരം ചിലപ്പോൾ നമുക്ക് വേറെ വല്ല ഉണ്ടാവും, ഇതായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുടെ സംഘടനകളുടെ എംപ്ലോയീസ്, BSNL, പെട്രോളിയം, അങ്ങനെ ഇൻഷുറൻസ് കമ്പനീസ്, LIC. അപ്പോൾ ഒരു വളരെ ഫുൾ പാക്ഡ് ഡേ ആണ്. പിന്നെ നമ്മൾ പാർലമെന്റിൽ ഇരിക്കുക എന്ന് പറയുന്നത്, നമ്മൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയില്ല, ചിലപ്പോൾ ഇത് ലോട്ട് സിസ്റ്റമാണ്. അപ്പോൾ ക്വസ്റ്റ്യനും ലോട്ടാണ് വരുന്നത്, 0 hourഉം ലോട്ടാണ് വരുന്നത്, എല്ലാം ലോട്ടാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് സ്പീക്കർ സ്പെഷ്യൽ പെർമിഷൻ തരണം. അപ്പോൾ ഇതൊന്നും കിട്ടിയില്ലെങ്കിലും വി ഹാവ് ടു സിറ്റ് ഇൻ ദ പാർലമെന്റ്, സ്പെൻഡ് ടൈം, അണ്ടർസ്റ്റാൻഡ് ദ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, എന്താണെന്ന് മനസ്സിലാക്കണം.
പക്ഷേ ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. ഭാഷയെ പറ്റി പറഞ്ഞു. സോ ഈ ഹിന്ദി അറിയുന്നത് ബിക്കോസ് ഇത് വെച്ചാലും ഈ കൃത്യമായിട്ട് ചില സമയത്ത് നമ്മൾ ഒരു സിനിമ കാണുമ്പോഴേ ഈ മലയാളം സിനിമ നമ്മൾ സബ് ടൈറ്റിൽ കാണുമ്പോൾ ഞാനിത് വെക്കാറില്ല. പക്ഷെ താങ്കൾ പറയുന്ന ഇംഗ്ലീഷ് ഹിന്ദിയിലേക്ക് എത്തിക്കുമ്പോൾ ഇത് ഡെഫിനറ്റ്ലി നമുക്ക് ഹിന്ദി ഞാൻ ഹിന്ദിയിലും പറയാറുണ്ട്. I've seen it. ഞാൻ ഹിന്ദിയിലും പറയും ഇംഗ്ലീഷിലും പറയും. പക്ഷേ ഹിന്ദിയിലൊരു മറുപടി പറയുകയാണെങ്കിൽ, ഹിന്ദിയിൽ ഒരാൾ പ്രസംഗം നടത്തുകയാണെങ്കിൽ പരമാവധി ഐ മേക്ക് ഷുവർ ഐ ഡോണ്ട് കീപ് ദി ഹെഡ്ഫോൺസ്. ഐ ഡോണ്ട് കീപ്. കാരണം ഒന്ന്, അവർ പറയുന്നത് പ്രോപ്പർ ട്രാൻസ്ലേഷൻ ആയിരിക്കില്ല. രണ്ട്, നമ്മൾ ഹിന്ദി അത് കേട്ടാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ NSUയുടെ നാഷണൽ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ബീഹാറിലും UPയിലും പോയിട്ട് നമ്മൾ ഇംഗ്ലീഷ് പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഹിന്ദിയിൽ തന്നെ പ്രസംഗിക്കുന്നത്, അറിയാവുന്ന ഹിന്ദിയിൽ പറയുമായിരുന്നു. അത് പഠിച്ചതുകൊണ്ടും അപ്പോൾ അത് ഓക്കെയാണ്. ചില വാക്കുകൾ നമ്മൾ ചിലപ്പോൾ മലയാളത്തിൽ ആലോചിക്കുന്നുണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് ഹിന്ദിയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടില്ല. ബട്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. പക്ഷേ മറ്റ് പാർട്ടികളിലുള്ള MP-മാരുടെ സൗഹൃദങ്ങളുണ്ടോ? ഭയങ്കരമായിട്ട് ഉണ്ടല്ലേ. ഈ ബഹളങ്ങളൊക്കെ അവിടെയുള്ളൂ, പക്ഷെ പുറത്തിറങ്ങിയ സൗഹൃദമുണ്ട്. അല്ല, അത് ഒരു ഡൽഹിയുടെ ഒരു കൾച്ചറാണ്. അതായത് അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്കൽ ലൈൻസ് വി ഹാവ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഏറ്റവും ഫിയേഴ്സ്ലി BJPയുടെ ഇതിനു വേണ്ടി സംസാരിക്കുന്ന ആളാണ് തേജസ്വി സൂര്യ, ബാംഗ്ലൂർ സൗത്ത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നോർവേയിലൊരു നോർവീജിയൻ എംബസിയുടെ ഒരു ഡെലിഗേഷൻ ഞങ്ങൾ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാഴ്ച ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുക, കോൺഫറൻസിൽ പങ്കെടുക്കുക. അവിടെ ഞങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന 3 മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റാണ്. വേറെ ആൾക്കാരായിട്ടാണ് ഞങ്ങൾ വേറൊരു രാജ്യത്ത് പോകുക. അപ്പോൾ അവിടെ നമ്മൾ ഇന്ത്യയുടെ ആസ്പെക്റ്റും ഇന്ത്യയുടെ പ്രോസ്പെക്ട്സും ഒക്കെ പറയാൻ വേണ്ടി പോയിരിക്കുക. അപ്പോൾ വി ആർ എ ടീം ദർ. നമ്മൾ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അവിടെ തന്നെ ഞങ്ങൾ ഇന്ത്യൻ ഡയസ്പറയുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ 3 പേരും 3 ഭാഗത്തായിരുന്നു. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. പക്ഷേ ഒരുപാട് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസ്, ആന്ധ്ര, തെലങ്കാന, ഒരുപാട് സുഹൃത്തുക്കൾ. ഇപ്പോഴത്തെ കഴിഞ്ഞ പാർലമെന്റിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന PCC പ്രസിഡന്റാണ് ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തെലങ്കാന, രേവന്ത് റെഡ്ഡി. അപ്പോൾ സോ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. അവരൊക്കെ നല്ല ഇതിൽ വരുന്നു. ഐ മീൻ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാരുണ്ട്. ലോട്ട് ഓഫ് ദ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഇവിടെ സെന്റ് തെരേസസിൽ എൻ്റെ ഇൻവിറ്റേഷനിലാണ് കനിമൊഴി വന്നത്. ഇതേ സൗഹൃദം തന്നെ നിങ്ങളൊക്കെ കൊച്ചുകുട്ടികാലത്ത് അച്ഛൻ്റെയും അല്ലെങ്കിൽ ഒരേ പാർട്ടിയിലുള്ള ഒരുപാട് ആൾക്കാരുടെ മക്കള്, ഐ എം നോട്ട് കോളിംഗ് നെപ്പോ കിഡ്സ്, പക്ഷേ ഈ കുട്ടികളൊക്കെ ഒരുമിച്ചായിരുന്നു ഉണ്ടാവണം. അത് കഴിഞ്ഞ് ചില സമയത്ത് ഈ പൊളിറ്റിക്കൽ ഒരു മിസ്മാച്ച് ആവും. ചിലപ്പോൾ അവർ പാർട്ടികൾ മാറുകയോ, അപ്പോൾ റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റ് വരാറുണ്ടോ? ചില സമയത്ത് യെസ്. നമ്മൾ സ്ഥിരം കാണുന്ന സ്ഥലത്തായിരിക്കില്ല അവർ പിന്നെ ഉണ്ടാകുന്നത്, ആ വേദികളിലായിരിക്കില്ല അവരുണ്ടാവുന്നത്. പക്ഷെ അതായത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് എന്താ പറയുക ഈ കൊച്ചുകുട്ടികാലത്തിലെ സൗഹൃദങ്ങൾ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരു എറണാകുളത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ എന്നെ കൂടുതലും പറയണത്. അപ്പം അങ്ങനെ എറണാകുളത്ത് അങ്ങനെ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. നമുക്ക് പഴയ പോലെ അവരായിട്ട് ഫ്രീ ആവാൻ പറ്റില്ല. ഇപ്പോൾ AK ആൻ്റണി ഒരു ഉദാഹരണം, അനിൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണുമ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതും പറയുന്നതും ഒരു തമാശ പറയുന്നതൊന്നും ഇപ്പോഴത്തെ കണ്ടെക്സ്റ്റിൽ ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയാം. ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്, ഇപ്പോൾ ഡോക്ടർ വേണുഗോപാൽ എൻ്റെ പീഡിയാട്രീഷ്യനാണ്, എൻ്റെ മോളുടെ പീഡിയാട്രീഷ്യനാണ്. നേരത്തെ ഞാൻ പോവും, ഇപ്പോൾ മോളെയും കൊണ്ടുപോകും. വി ഹാവ് ദ സെയിം വേവ് ലെങ്ത്. പക്ഷേ ഇപ്പോൾ പത്മ ചേച്ചി കാണുമ്പോൾ നമുക്ക് പഴയ പോലെ ചേച്ചി എന്നെ എപ്പോഴും വിളിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് ബന്ധപ്പെട്ടുന്ന MLA എന്നുള്ള രീതിയിലും MP എന്നുള്ള രീതിയിലും എന്നെ വിളിച്ചു പറയുന്ന ആളായിരുന്നു. ഇപ്പോൾ വിളിക്കാറില്ല. ബിക്കോസ് ഷീ ഈസ് എ BJP ലീഡർ. ഞാനും തിരിച്ചു വിളിക്കാറില്ല. അപ്പോൾ ആ ഒരു വൈരുദ്ധ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതാണ് ചെറുപ്പകാലത്തെ വീടുകളിൽ മിക്കവാറും വലിയ വലിയ ലീഡേഴ്സൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ചില ഓർമ്മയുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് ഇദ്ദേഹം വലിയ ലീഡറാണെന്നും അറിയണ്ടാവില്ല. പക്ഷേ ലീഡർ വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ. അതർ ലീഡേഴ്സ് ഓൾസോ. സോ ഒന്ന് പറയൂ കരുണാകരൻ സാർ എങ്ങനെയായിരുന്നു വീട്ടിൽ വന്നപ്പോൾ? ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട് ഏകദേശം 28 വർഷമായി. അപ്പം അവിടെ അന്ന് ഞങ്ങൾ ഡാഡിക്ക് ഇങ്ങനെ ഒരു ചിന്തയൊന്നും വീടുണ്ടാക്കുക അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അന്നൊരു 5 സെൻറ്റ് സ്ഥലം മേടിച്ചു. അന്നൊരു ഇൻറ്റീരിയർ എന്ന് പറയാവുന്നൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എല്ലാം വന്നു. അപ്പോൾ അന്ന് ആ ഹൗസ് വാമിങ്ങിന് ലീഡർ വന്നിട്ടുണ്ട്. ലീഡറിനെ ഞാൻ അല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിലും ഞങ്ങളെല്ലാവരും പനമ്പള്ളി നഗറിൽ വെച്ചാണ് കാണുന്നത്. അദ്ദേഹത്തിന് വീടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട്.
അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ എപ്പോഴും കാണുന്നത്. പക്ഷേ ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു പിക്ചർ, എൻ്റെ അനിയത്തി ഞാനും ഫാദറും ആയിട്ടുള്ള ഒരു ആൻറ്റി ആയിട്ടുള്ളൊരു പിക്ചറുണ്ട്. അപ്പോൾ അങ്ങനെ സാക്ഷാൽ ലീഡർ വന്നിട്ടുണ്ട്, നമ്മുടെ ലോക്നാഥ് ബെഹ്റ. അന്ന് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. തോമസ് മാത്യു അന്നത്തെ ജില്ലാ കളക്ടറായിരുന്നു. ഇപ്പോൾ രത്തൻ ടാറ്റയെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി പേര്, ജീവിച്ചിരിക്കുന്നതും ജീവിച്ച് ഇരിപ്പില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പേര്, ലോട്ട് ഓഫ് ദം. അവർ അത് ഞങ്ങളുടെ വീട്ടിൽ മീറ്റിംഗ്സ് നടക്കുക, KPCCയുടെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് അവനവൻ്റെ വീട് സാധാരണ ഹൗസ് ഹോൾഡ് അല്ല എന്നും, താങ്കളുടെ വീട്ടിൽ ചില പ്രധാനപ്പെട്ട ആൾക്കാരും അച്ഛനും വലിയ പ്രധാനിയാണെന്ന് തോന്നുമ്പോൾ അത് എങ്ങനെയായിരുന്നു അത് എക്കച്ചം? അങ്ങനെ മറ്റുള്ള ആൾക്കാർക്ക് താങ്കൾ ഈഡൻ സാറിൻ്റെ മോനാണ്, കറക്റ്റ്? There was a phase also in my life. മമ്മി മരിച്ചു, ഞാൻ 19 ആയിരിക്കുമ്പോൾ ഡാഡി മരിച്ചു. അത് കഴിഞ്ഞ് there was a phase where we lived. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. സത്യം. ഭയങ്കര തിരക്കുള്ള ഒരു വീട് പെട്ടെന്ന് ഒരു കുറേ വർഷങ്ങൾ ആള് ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ട്. അതും നമ്മളെ സംബന്ധിച്ചൊരു പേഴ്സണൽ ജേണിയാണ്. ആൾക്കാർക്ക് അതിനെക്കുറിച്ചും അറിയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ദാറ്റ് വാസ് ഓൾസോ എ ഫേസ് വിച്ച് വി ഓവർകേം. എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു. ആൻഡ് യു ഗ്രൂ വിത്ത് സിസ്റ്റർ ആൻഡ് ആണ്ട് അല്ലേ? ആണ്ടല്ലേ വളർത്തിയത്? അന്ന് കാലത്ത് അച്ഛൻ അറിയായിരുന്നു പൊളിറ്റിക്സിന് ഇഷ്ടമുണ്ടോ എന്നുള്ളത്? ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക്, ഞങ്ങൾ ലാസ്റ്റ് ബാച്ച് ഓഫ് പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രിക്ക് ഞാൻ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ എല്ലാ പാർട്ടീസും ഇങ്ങനെ വന്ന് ഇങ്ങനെ നമ്മളെ ക്യാമ്പയിൻ ചെയ്യും. അപ്പോൾ ആളെന്നെ ഒട്ടും പ്രോത്സാഹിപ്പിച്ചില്ല. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു കണ്ടസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കണ്ടസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, ഇങ്ങനെ പ്രീ ഡിഗ്രി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടൊരു ചെറിയ ഇതാണ്. അപ്പോൾ ഓക്കെ കണ്ടസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. കണ്ടസ്റ്റ് ചെയ്തു. പ്രീ ഡിഗ്രി റെപ്രസെൻറ്റേറ്റീവ്, അതായത് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്. ഞാൻ കോമേഴ്സാണ്. അപ്പോൾ ഈ 4 ക്ലാസ്സുകൾ, 4 ബാച്ചുകളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഞാൻ കണ്ടസ്റ്റ് ചെയ്തു. ഞാൻ ജയിച്ചു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ ആയപ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ഡിഗ്രി UUC. അപ്പോൾ കുറേ സംശയങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. പുള്ളി പഠിക്കുന്ന സമയത്ത് ഒരു UUC എന്തോ ഉണ്ടായിരുന്നുള്ളൂ ആൽബർട്ട്സ് കോളേജിൽ. അപ്പോഴും മത്സരിച്ച് ജയിച്ചു. അപ്പോഴും പഠനം കഴിഞ്ഞിട്ടുള്ള പൊളിറ്റിക്സ് മതി എന്നുള്ളൊരു ലൈനുണ്ട്. ഒട്ടും പ്രോത്സാഹനമില്ല. ഒരു ദിവസം ഒരു അംബാസഡർ കാറായിട്ട് വെളുപ്പിനെ ഒരു പയ്യൻ സെയിൻറ്റ് ആൽബർട്ട്സിൽ നിന്ന് ജെയ്സൺ വീട്ടിൽ വന്നു. അപ്പോൾ ഡാഡി പത്രം വായിച്ച് പുറത്തിരിക്കുമ്പോൾ രാവിലെ വരുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ് കാറിൽ. അപ്പോൾ ജെയ്സൺ ആൽബർട്ട്സിലാണ് പഠിക്കുന്നത്. ജെയ്സണും എഡിസണും രണ്ടുപേരും അവിടെ നിന്ന് ജയിച്ചു. അപ്പോൾ ഡാഡി ചോദിക്കുകയാണ്, അപ്പോൾ എത്ര കൗൺസിലേഴ്സ് ഉണ്ട്? താൻ ഞങ്ങൾ പഠിക്കുമ്പോൾ ഒരാളേ ഉള്ളൂ, UUC ഒരാളേ ഉള്ളൂ, അങ്ങനെ വിശേഷമൊക്കെ പറയുകയാണ്. അപ്പോൾ അന്ന് ഞാൻ വോട്ട് ചെയ്യാൻ പോയി. സെക്കൻഡ് ഇയർ ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ചെയർമാനായിട്ട് നിനക്ക് എന്താ മത്സരിക്കാൻ പാടില്ലാത്തത് എന്ന് ചോദിച്ചു. ഡാഡി ചോദിച്ചു. അപ്പോൾ ഡാഡി ചെയർമാനായിട്ട് പറ്റില്ല, ജനറൽ സെക്രട്ടറി ആയിട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നത്. കാരണം ഞാൻ സെക്കൻഡ് ഇയർ ആണ്, ഫൈനൽ ഇയറിലെ കുട്ടികളാണ് ഇതാവുന്നത്. അപ്പോൾ അത് അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കൺവിൻസ് ചെയ്തു. കാരണം SFI 2-3 വട്ടമായിട്ട് ഇങ്ങനെ ഫുൾ പാനൽ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നോവെയർ നിയർ ദ സീനായിട്ട് നിൽക്കണം. ഞങ്ങൾ ജയിക്കും, 1-2 പേര് ജയിക്കും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയും ഇത് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, വലിയ ഒരുപാട് പേരുകൾ ഇപ്പോഴത്തെ പല ബ്യൂറോക്രാറ്റിക് ഇതിൽ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ജനറൽ സെക്രട്ടറി ആയിട്ട് ഞങ്ങളൊരു പാനൽ. അപ്പോൾ ഒരു മ്യൂസീഷ്യനാണ് വിജയ് P. ജേക്കബ്, ഇപ്പോൾ ചെറിയ സിനിമയിലും മ്യൂസിക്കൊക്കെ ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ ഒരു പാനലിൽ മത്സരിച്ചു. ഞങ്ങൾ 14-13 പേരും ജയിച്ചു, ഫുൾ പാനൽ. അന്ന് ഞാൻ പറഞ്ഞു ഡാഡി ഞാൻ പറഞ്ഞില്ലേ എന്ന് വെച്ചു. അന്ന് എനിക്കൊരു വാച്ച് ഗിഫ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ ചെയർമാൻ ആകുന്നത് ഞാൻ ഫൈനൽ ഇയർ ആയപ്പോൾ ഡാഡി മരിക്കുന്നു. പെട്ടെന്നാണ് ഞാൻ ഫൈനൽ ഇയറിൽ കയറിയപ്പോൾ ഡാഡി മരിക്കുന്നത്. പുള്ളി ഒരിക്കലും എന്നെ ഒരു പൊളിറ്റിക്സിലേക്ക് വരണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടുള്ള ആളല്ല. ഒരു റീവാമ്പ് പോലെ നടക്കുമ്പോൾ വിഷ്ണു ആരോ ഇങ്ങനെ പ്രസിഡൻ്റായി. വിഷ്ണു കുറച്ചാൾ 2-3 വർഷം പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോൾ വിഷ്ണു പ്രസിഡൻ്റ് ആണ്. അപ്പോഴും റീവാമ്പ് നടന്നിട്ടില്ല, KSUവിൻ്റെ പുനഃസംഘടന നടന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു ആരോ, മോനെ ജില്ലാ സെക്രട്ടറി, അവന് ജില്ലാ സെക്രട്ടറി നോക്കണ്ട, അവനാണെങ്കിൽ ചെറിയ എന്തെങ്കിലും കൊടുത്തു, അവന് വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നും കൊടുക്കരുത്, അവൻ്റെ പഠനം വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഫാദർ ഉള്ളപ്പോൾ തന്നെ ഹി ഹാഡ് എ ഫീലിംഗ് ചിലപ്പോൾ അധികം നാളുണ്ടാവില്ല എന്ന്. കാരണം എന്നെ ഇടയ്ക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ പുറത്ത് UK ഒരു പ്രോഗ്രാമിന് വിടണം എന്നൊക്കെ ഉള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ്. എന്താണ് അങ്ങനെ ആലോചിച്ചതെന്നൊന്നും എനിക്ക് പിന്നെ മനസ്സിലായിട്ടില്ല.
പിന്നീട് മരിച്ചതിന് ശേഷമാണ് ഞാൻ ചെയർമാനായിട്ട് തന്നെ കണ്ടസ്റ്റ് കണ്ടസ്റ്റ് ചെയ്യുന്നത്. ചെയ്തത്. പിന്നെ ഇറ്റ് ബിക്കം എ സീരിയസ്. അതാണ്. സോ പക്ഷെ അപ്പോൾ ആ സമയത്ത് ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ഒരു വാല്യൂസ് അങ്ങനെ ഒരു ഡാഡിയുടെ നിന്ന് ഇൻവൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അഡ്വൈസ് ഒരിക്കലും തന്നിട്ടില്ല. പക്ഷേ വളരെ കാഷ്വലായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണല്ലോ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇടയ്ക്ക് കോൺഗ്രസ് എസ് എന്ന് പറഞ്ഞിട്ട് PC ചാക്കോ, ശരത് പവാർ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹി ലെഫ്റ്റ് കോൺഗ്രസ്. വെൻ ഹി ഗോട്ട് മാരീഡ് ഹി വാസ് നോട്ട് ഇൻ കോൺഗ്രസ്, ഹി വാസ് ഇൻ കോൺഗ്രസ് എസ്. പല ആൾക്കാർ കല്യാണത്തിന് വന്നില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ കോൺഗ്രസ് എസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിഭാഗത്തിൽ പുള്ളി നിൽക്കുമ്പോഴായിരുന്നു. അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഒരിക്കലും പാർട്ടി വിട്ട് പോവരുത്. അതിൻ്റെ ദുരനുഭവം, അതിൻ്റെ ചില കമൻസ് ഒക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് വാസ് ഓൾവേസ് ഇൻ മൈ മൈൻഡ്. അതുകൊണ്ടാണ് ലീഡർ കെ കരുണാകരൻ പാർട്ടി വിട്ട് പോകുമ്പോൾ ഞങ്ങൾ വി വർ സ്ട്രോങ് ഫോളോവേഴ്സ്. ഞങ്ങൾ പക്ഷെ പാർട്ടി വിട്ട് പോയില്ല. ഞാനന്ന് പോയില്ല. അന്ന് ഞാൻ KSU ജില്ലാ പ്രസിഡന്റാണ്. അന്ന് ഞാൻ പോയിരുന്നെങ്കിൽ പൊളിറ്റിക്സ് വുഡ് ഹാവ് ടേക്കൺ എ യൂ ടേൺ. ഞാൻ പിന്നെ സ്റ്റേറ്റ് പ്രസിഡന്റായി, നാഷണൽ പ്രസിഡന്റായി. ഇറ്റ് വുഡന്റ് ഹാവ് ഹാപ്പൻ. അതെ. പക്ഷേ ഇപ്പോൾ ചില സമയത്ത് ചില ഡിസിഷൻസ് എടുക്കാൻ ഒരു മിഡിൽ ഒരു ബോട്ടിലേക്ക് വരുമല്ലോ. അത് ആ ഒരു ഇൻറ്റ്യൂഷനാണോ എക്സ്പീരിയൻസ് ആണോ ആ സമയത്ത് മിസ് ചെയ്യാറുണ്ടോ? ഇഫ് ഹി വാസ് ദെയർ എനിക്ക് ചോദിക്കാമായിരുന്നു എന്നുള്ളത്. അല്ല, ഞാനൊരിക്കലും ഞാൻ ഡാഡി ഉണ്ടെങ്കിൽ ഞാനില്ല പൊളിറ്റിക്സിൽ. അതുകൊണ്ട് ഞാൻ അങ്ങനെയല്ല. ഞാൻ പറയില്ല, ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ചിലത് പേഴ്സണൽ കോൺവെർസേഷൻസിൽ അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടത് ഒക്കെ വെച്ചിട്ടാണ്. ദർ ഇസ് എൻ ഇന്നർ സ്ട്രെങ്ത്. അത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പം ഈ ക്രിസ്മസിലേക്ക് വീണ്ടും വന്നാൽ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങൾ ബ്രോഡ്വേ ആയിരുന്നു പണ്ട് ഒരു ഷോപ്പിംഗ് പ്ലേസ്. ബ്രോഡ്വേയിൽ ഇങ്ങനെ നടക്കും. അപ്പോൾ അനിയത്തിനെ ചിലപ്പോൾ കൊണ്ടുപോകില്ല, എന്നെയായിരുന്നു എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള എന്നോടൊരു കൂടുതൽ അഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കും ബ്രോഡ്വേയിൽ. അപ്പോൾ എല്ലാ ആൾക്കാരും സംസാരിക്കും ഡാഡിയായിട്ട്. ബാഗ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ഷോപ്പിംഗ് എന്താണോ, ബ്രോഡ്വേ ആയിരുന്നു ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഇങ്ങനെ നടന്ന് ബ്രോഡ്വേ കൂടി പോകും. ചിലപ്പോൾ കാരവനിൽ നിന്ന് ഒരു ഐസ്ക്രീം കഴിക്കും. അതൊക്കെ ഒരു ലക്ഷറി ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ഇറങ്ങി നടക്കാൻ താങ്കൾക്ക് പറ്റുന്ന എനിക്ക് തോന്നണം. കാരണം ഫോർട്ട് കൊച്ചി യു ഓൾവേസ് വാക്ക് അല്ലേ? ഞാൻ ബ്രോഡ്വേയിൽ നടക്കും. ഞാൻ അവിടെ നിന്നൊക്കെ ചായയൊക്കെ കുടിച്ച് നടന്നു പോകും. MP ആയ ശേഷം താങ്കൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു വിയേർഡസ്റ്റ് ആയിട്ടുള്ള റിക്വസ്റ്റുകളൊക്കെ വരുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ചെറിയ സാധനം ഫിക്സ് ചെയ്യണം സാറേ എന്നുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കാര്യം വെരി അപ്രോച്ചബിൾ യു ആർ. അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ എനിക്കതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഉമ്മൻചാണ്ടി സാർ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിൽ ഉള്ളപ്പോൾ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, പുതുപ്പള്ളിയിൽ വരുന്ന ആൾക്കാരിൽ രാവിലെ പശുവിനെ കൊണ്ടൊരാൾ വന്നു. വന്നിട്ട് പറഞ്ഞു, സാറേ 20 ലിറ്റർ തരുമെന്ന് പറഞ്ഞ പശുവാണ്, ഇപ്പോൾ 2 ലിറ്ററേ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുവരെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആലോചിക്കുമ്പോൾ ഐ ഫീൽ ദർ ഇസ് നത്തിങ്. കാരണം പുള്ളി ഇടപെടുന്ന മേഖലകളും പുള്ളി ആശ്വസിപ്പിക്കുന്ന ആളുകൾ, ഞാൻ ഇതുവരെ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരാളാണ്. നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ അത് പ്രകടിപ്പിക്കും. ചിലപ്പോൾ അന്നയിട്ട് ഇടികൂടി വരുന്ന ദിവസമായിരിക്കും. ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ഒരു സ്പാർക്കിൽ നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെടും. പക്ഷെ ഞാൻ ഇതുവരെ ദേഷ്യപ്പെടാത്ത കണ്ട ഒരാൾ ഉമ്മൻചാണ്ടി സാറാണ്. ദേഷ്യപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ കണ്ടു കാറിൽ ഞങ്ങൾ PA ഗവൺമെൻറ് അടുത്ത് പറഞ്ഞു, അന്ന് പറഞ്ഞ ചീത്ത എന്ന് പറയുന്നത് മണ്ണാൻ കട്ട എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ചില ആൾക്കാരിലുള്ള ക്വാളിറ്റീസ് ഉണ്ടല്ലോ, അത് നമ്മൾ റോൾ മോഡൽ. അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഉമ്മൻചാണ്ടി സാറും ലീഡറും ഒക്കെ പറയുന്ന AK ആന്റണി സാറൊക്കെ, ഇവരൊന്നും അങ്ങനെ ഉപദേശമായിട്ട് പറയുന്നതല്ല, ഏതെങ്കിലും ഒരു സർക്കംസ്റ്റൻസിൽ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം. എന്നെ സംബന്ധിച്ച് ടേക്ക് ദ ബെസ്റ്റ് ഫ്രം ദം. നമ്മളിലില്ലാത്ത ഒരുപാട് എക്സ്പീരിയൻസും ക്വാളിറ്റീസും ഉള്ള ആൾക്കാരാണ്. അവർ പറയുന്ന ചില വളരെ വാല്യുബിൾ ആയിട്ടുള്ള അഡ്വൈസസ്, ജസ്റ്റ് ടേക്ക് ഇറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. പെട്ടെന്ന് വീട്ടിൽ നാഗവല്ലിയായിട്ട് വേഗം പെട്ടെന്ന് ഗംഗയാവണം അല്ലേ? ഇപ്പൊ കറണ്ട് അടയ്ക്കാൻ കാശില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. സാർ ഇപ്പൊ കറണ്ട് കെട്ടിയും, സാർ ഇപ്പൊ ഒരു ഇത്ര രൂപ ഒന്ന് GPay ചെയ്ത് തരണം. ഇപ്പൊ GPay ഒക്കെ ഉണ്ടല്ലോ, GPay ചെയ്ത് തരണം. അതുകൊണ്ട് ഞാൻ GPay വെച്ചിട്ടില്ല. ഭാര്യ തരാത്തതാ. കാരണം എൻ്റെ വീട്ടിൽ വന്ന ആരെങ്കിലും എന്നോട് ഒന്ന് വിഷമം പറഞ്ഞാൽ, പ്രയാസം പറഞ്ഞാൽ, ഞാൻ എൻ്റെ കയ്യിലുള്ളത് എല്ലാം എടുത്ത് കൊടുക്കും. അപ്പോൾ ഇപ്പൊ ഡിജിറ്റലി പോകുന്നോണ്ട് അറിയില്ലല്ലോ എത്രയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട്
ഇല്ല. ഇല്ലാത്ത കളികളേ ഉള്ളൂ. അറിയാണ്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ബോബോ എന്ന് പറയുന്നത് നമ്മളിവിടെ ഇരിക്കുന്ന ഈ കഫേയിൽ താങ്കൾ ഇനോഗ്രേഷൻ വന്നപ്പോൾ 10 മണി എന്ന് പറഞ്ഞപ്പോൾ 9:45 താങ്കളോടെ ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ഇൻ്റർവ്യൂ 2 മണിക്കെന്ന് പറഞ്ഞ് താങ്കൾ 1:54 ഇവിടെ ഉണ്ട്. ഏനോ ഈ സാധാരണ ഞങ്ങൾ കേൾക്കണമെന്ന് വെച്ചാൽ സമയത്തിനൊന്നും വരില്ല ഇവർ രാഷ്ട്രീയക്കാർ എന്ന് പറയുന്ന ഒരു കഥ ഞങ്ങളുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണല്ലോ. ഇതിന്നൊക്കെ എങ്ങനെയാണ് സമയത്തിന് എത്താൻ പറ്റുക? ഹൗ ഡു കീപ്പ് അപ്പ് യുവർ ടൈം ഓൺ ടൈം? ഞാൻ പരമാവധി എപ്പോഴും അല്ലെങ്കിലും ഇപ്പം ഞാൻ പ്രോഗ്രാംസ് എടുക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഒരു ഗ്യാപ്പ് കൊടുക്കാറുണ്ട്. ഒരു ട്രാവൽ ടൈമും ഒരു കാഷ്വാലിറ്റി എല്ലാം നോക്കിയിട്ട് ഞാൻ കൊടുക്കുന്നത്. കാരണം ഇവിടെ പൊളിയാൻ പോകുന്ന പറഞ്ഞാൽ മിനിസ്റ്റേഴ്സും വേറെ ഡിഗ്നിറ്ററീസും ചിലപ്പോൾ ഒരു സ്വാഗത പ്രാസംഗ്യം വരെ നമ്മുടെ എൻറ്റയർ സ്കെഡ്യൂൾ ചിലപ്പോൾ തകർത്ത് കൈ തരും. പക്ഷെ നമുക്ക് വി കാൻ ഹെൽപ്പ് ഇറ്റ്. പക്ഷെ എന്നാലും പരമാവധി ഒരു ഓൺ ടൈം. അതിൽ ഗുണമുണ്ട് ദോഷമുണ്ട്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ കസേര ഇടുക, ചിലപ്പോൾ അവർ ബാനർ കെട്ടി റെഡിയാകുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം ചില സ്ഥലത്ത് അങ്ങനെ പ്രോബ്ലം. ഞാൻ പരമാവധി ആൾക്കാരോട് പറയും നിങ്ങൾ ഓൺ ടൈം തുടങ്ങുമല്ലോ. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഐ മേക്ക് ഷുവർ ഒരിക്കലും നമ്മൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒരിക്കലും നമ്മൾ സമയം തെറ്റരുതെന്ന് പരമാവധി ഐ ട്രൈ ടു മാനേജ്. അത് ലക്കിലി ചില സമയത്താവും. പക്ഷേ ഇങ്ങനെ ഈ ഒരു 5 മിനിറ്റ് സംസാരിക്കുന്ന ആൾ 50 മിനിറ്റ് സംസാരിക്കുമ്പോഴേ ഇപ്പം ഞങ്ങൾ ക്യാമറമാൻ കാണിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ. താങ്കൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ഇത് നിർത്താൻ എങ്ങനെ പറയും? അല്ല, ഞാൻ പറഞ്ഞില്ലേ ചില വേദികൾ നമുക്ക് കൂടുതൽ ആക്സസ് ഉള്ളതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് പറയാം ഇന്നിലേക്ക് പോകണം. ഇഫ് ഈസ് സീനിയർ പേഴ്സൺ അല്ല ഒരു റിലീജിയസ് ഫങ്ഷൻ ആണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഒഫീഷ്യൽ ഫങ്ഷൻ പറ്റത്തില്ല. യു ഹാവ് ടു ബി വിത്ത് ഇറ്റ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ചില സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്ന സാധനം നിങ്ങളൊന്നും ചെയ്യാൻ പറ്റും. അല്ലാതെ പരമാവധി മാക്സിമം ഐ ട്രൈ ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ആം ഓൺ ടൈം. താങ്കൾക്കൊരു മോശം ദിവസമാണ്, ദേഷ്യമുണ്ടെന്ന് വീട്ടിലെല്ലാവർക്കും അറിയുമോ? അത് പെട്ടെന്ന് അങ്ങനെ ഇടയിലെ പൊട്ടലും ചീറ്റലും എന്നാണോ മനസ്സിലാവുക? അതെനിക്കറിയില്ല. ഞാൻ തന്നെ അത് പരമാവധി അത് കാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ തന്നെ ഇടയ്ക്ക് പറയും, ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു തെറാപ്പി വേണമെന്നോ. കാരണം ചില സമയത്ത് നമ്മൾ എന്താ പറയുക യു ഹാവ് എ ബാഡ് ഡേ. പക്ഷെ പെറ്റ്സ് ഉള്ളത് കൊണ്ട് അത് വളരെയധികം സന്തോഷമാകില്ലേ? വീട്ടിലെ പട്ടിക്കുട്ടികളും പൂച്ചയും ഉണ്ട് അല്ലേ? ഉണ്ട്, പട്ടിക്കുട്ടികളും ഉണ്ട്. ഞാനൊരു 35 വർഷം പട്ടിയുടെ അടുത്ത് കൂടി പോവില്ലായിരുന്നു. ഒരു നായക്കുട്ടിയെ തൊടുക അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് അതിനെ തൊടുക പേടിയായിരുന്നു. ഫാദർ ഉള്ളപ്പോൾ ഡാഡി ഉള്ളപ്പോൾ ഡാഡിക്ക് പേടിയാണ് എന്നെ ഇത് ചെയ്യുമെന്നുള്ളത്, ഞങ്ങൾ ഇത് ചെയ്യുമെന്നുള്ളത്. അതുകൊണ്ട് ഡാഡിയും അത് എൻ്റർടൈൻ ചെയ്തിട്ടില്ല. നോ ഡോഗ്സ്, നത്തിങ്. കോവിഡ് വന്നതിന് ശേഷം എൻ്റെ വൈഫ് ഇസ് എ ഡോഗ് ലവർ, പെറ്റ് ലവർ. പെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അക്വേറിയം ഫിഷസും ബേർഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതല്ലാതെ ഈ ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോഗിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ക്യാറ്റിന് ഒരു പെർമിഷൻ കൊടുത്തു, അത്ര അപകടം ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ആദ്യം ക്യാറ്റ് വന്നു. പിന്നെ എൻ്റെ മോളും ഭയങ്കര ഇതായിട്ട് കോവിഡ് സമയത്ത് ഒരു ഡോഗ്, അങ്ങനെ ഞാനൊരു പ്രപ്പോസൽ വെച്ചു, എനിക്ക് കൂടി പറ്റാവുന്ന ഒരു ഡോഗ്. അങ്ങനെ ഒരു ബീഗിളിനെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു നല്ലൊരു ബീഗിൾ കുട്ടിയെ കിട്ടി, അതിനെ എടുത്തു. ജോയ്. അത് കഴിഞ്ഞു. ഇപ്പോൾ അവളുടെ അടുത്ത ഡിമാൻഡ് മോളുടെ ഒരു ടോയ് പൂഡിൽ വേണം. ഇപ്പോൾ ഒരു ടോയ് പൂഡിലുമായി. ഭാര്യയുടെ ഏറ്റവും അല്ലെങ്കിൽ പണ്ട് മുതലേ അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരൊന്നാണ് ജർമ്മൻ ഷെപ്പേർഡ്. ഇനി അടുത്തത് ജർമ്മൻ ഷെപ്പേർഡ്. ഇപ്പം ഞാൻ പറഞ്ഞു പ്ലീസ് ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം. അപ്പം ഇപ്പം തന്നെ ഇതുങ്ങളെ നോക്കാൻ സമയമില്ല. പിന്നെ വേറെ ബേർഡ്സ് ഉണ്ട്. നേരത്തെ കുറേ കോഴികളുണ്ടായിരുന്നു, പട്ടി പിടിച്ച് പോയി, സ്ട്രേ ഡോഗ്സ് പിടിച്ചിട്ട്. അത് വീട്ടിൽ ഫ്രീ ആയിട്ട് നടക്കുമായിരുന്നു. മരത്തിൻ്റെ മുകളിലായിരുന്നു അത്, അകത്ത് കയറില്ല, ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ വളരെ ഒരു പീസ്ഫുൾ ആംബിയൻസ് ആണ്. നമ്മളൊരു സിറ്റിയിൽ ജീവിക്കുന്നതെന്ന് തോന്നാറില്ല സാധാരണ. ഇപ്പം അടുത്തോ ഈ മറ്റേ ജോയ് ആയിട്ടും ജർമ്മൻ ഷെപ്പേർഡ് വന്നോ? പ്ലീസ്, ജർമ്മൻ ഷെപ്പേർഡ് ഇല്ല പിക്ചറിൽ. ഞാനതൊരു കോൺവെർസേഷൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ല, എന്നാലും ഇപ്പൊ ബോഡി ആണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ, ബോബോ കഫേയിൽ നിന്ന് ബോഡി ചെയ്യാം, എനിക്ക് സുന്ദര കുട്ടമായിട്ട് പുറത്തയക്കാം. അപ്പൊ ഞാൻ അങ്ങനെ ഇട്ടുകൊടുത്തതല്ല, താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതെ. പക്ഷെ ഇപ്പൊ ഭയമൊന്നുമില്ല. അവര് തെറാപ്പി ആണോ ഇങ്ങനെയുള്ള ഒരു ഇത്രയും ബിസി ആയിട്ട് നിൽക്കുന്ന ഒരു ജീവിതത്തിൽ? അല്ല, അത് ഇപ്പൊ ഞങ്ങളിപ്പോൾ ഇടയ്ക്ക് വാക്കിന് ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ജോയ് ഉണ്ടാവും വാക്കിന്. ഇതിനെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, വീടിൻ്റെ അകത്ത് തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അത് വന്ന് ഇങ്ങനെ 2 കാലിലിങ്ങനെ നിൽക്കും.
അത് നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിരിച്ചു പോകും. അപ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ്. പിന്നെ കുട്ടികളിലാണെങ്കിലും ഒരുപാട് കമ്പാഷനും ഒരുപാട്. ഞാനിപ്പോൾ എല്ലാ പ്രോഗ്രാംസിനും പോവാറുണ്ട്. ഈ പെറ്റ്സിൻ്റെ പാർട്ടീസിലും പെറ്റ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിനും എന്നെ വിളിക്കാറുണ്ട്. ആക്ച്വലി നമ്മുടെ അപ്രോച്ച് തന്നെ മാറും. നമ്മളിപ്പോൾ മുമ്പ് നമുക്ക് ആനിമൽസിനോടുള്ള അല്ലെങ്കിൽ റോട്ടിൽ നടക്കുന്ന ആനിമൽസ് ആണെങ്കിൽ നമ്മൾ അവരെ നോക്കുന്ന പെർസ്പെക്റ്റീവ് മാറും. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് കൺട്രോൾ ചെയ്യാനേ നോക്കുള്ളൂ, അവരെ ഓടിക്കാൻ നോക്കാറില്ല. A lot of changes happen. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവാണ് താങ്കൾ. അപ്പോൾ ഇത് എനിക്കറിയാം, യു ഹാവ് എ ടീം. എന്നിരുന്നാലും ഇതൊരു ഫേസ്ലെസ് എനിമിയും കൂടിയാണല്ലോ. ഇൻസ്റ്റാഗ്രാമാണ് ഞാൻ കൂടുതലും കാണാറ് താങ്കളുടെ. അപ്പോൾ ഈ ഒരു മീഡിയം എത്രത്തോളം ഫ്രണ്ട്ലി ആണ് താങ്കൾക്ക്? ആൻഡ് ആർ യു എൻജോയിങ് ദിസ് ക്യാപ്ഷനും ആൾക്കാരുടെ കമൻറ്റുകളും ഒക്കെ? എവറിത്തിങ് ഹാസ് ടു സൈഡ്സ്, ടു ഫേസസ്. ഞാൻ ആദ്യം ഫേസ്ബുക്ക് നമ്മൾ പൊളിറ്റിക്കൽ ഫേസ്ബുക്ക് ഒരു ടൂളായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എതിർത്ത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നമ്മളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ MLA ആയിരിക്കുന്ന സമയത്ത് എന്തായി കാണിക്കുന്നത്, ഇതാണ്. അവർ പിന്നീട് ആൾക്കാരെ വെച്ച് അത് മാനേജ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അതൊരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ലോകത്തെ അറിയിക്കാനുള്ള ഒരു മാധ്യമമാണ്. ഞാനിപ്പോൾ വരുന്നത് ഒരു കല്യാണം ബോൾഗാട്ടി പാലസിൽ. കറുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ്. ഞാൻ ക്രിസ്മസ് ആയിട്ട് താങ്കൾ ഒരു ചുമപ്പോ ഒരു ചുവപ്പ് ഞങ്ങളെപ്പോഴും ചുവപ്പ് ഇടാറില്ല. ചുവപ്പിന് വേറൊരു ഞങ്ങൾക്ക് ചുവപ്പിനോടൊരു ഇപ്പോൾ കുഴപ്പമില്ല, 25-ാം തീയതി കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഡൽഹിയിൽ ചുവപ്പ് കുഴപ്പമില്ല. അതെ, പറഞ്ഞ് തിരിച്ചെടുത്തു. എന്ത് ഷർട്ട് ഇട്ടുള്ളൂ, കറുപ്പ് പാർട്ടി ഇല്ലല്ലോ അല്ലേ, കുഴപ്പമില്ല. ഞാനപ്പോൾ ഈ വന്നപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. എനിക്കൊരു പരിചയമില്ല, മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാനാണ് ആ വടുതല മേൽപ്പാലത്തെക്കുറിച്ച് എപ്പോഴും ഞാൻ പറഞ്ഞു മാലിനി ശ്രീകുമാർ. അപ്പം പറഞ്ഞു അത് തന്നെ. ഞാൻ പറഞ്ഞു ഷീ ഓൾവേസ് സെൻഡ്സ് മീ മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കും. ഈ ഞാൻ എന്ത് പോസ്റ്റ് ചെയ്താലും അതിൻ്റെ താഴെ എപ്പോഴാണ് വടുതല ആരോപി ശരിയാവുന്നത് എന്ന് പറഞ്ഞാൽ അയക്കും. സി, നമ്മൾ ആക്സസിബിൾ ആവുമ്പോൾ കുറേ വിഷയങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്താത്ത. ഇപ്പം ഞാൻ MLA ആയിരുന്നപ്പോൾ ഇതായിരുന്നു എൻ്റെ സർക്കിൾ, MP ആയിരുന്നപ്പോൾ ഇതാണ് എൻ്റെ സർക്കിൾ. അപ്പോൾ നമുക്ക് അവിടെ എപ്പോഴും നമ്മുടെ പ്രസൻസ് അറിയിക്കാൻ പറ്റില്ല, നമുക്ക് ചിലപ്പോൾ എത്താൻ പറ്റില്ല. പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരു സാമൂഹ്യ മാധ്യമം വഴി നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അത് നമ്മൾ പരമാവധി ആ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാം. നമ്മളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പരമാവധി. ഇപ്പം ഞാനിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പോസ്റ്റ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളുടെ എല്ലാ പ്രോഗ്രാംസും ഇടാൻ നോക്കി ഓരോ 20 പോസ്റ്റെങ്കിലും ഉണ്ട്. സിനിമയ്ക്കൊക്കെ പോകുന്ന സമയമുണ്ടോ? എല്ലാ പടം കാണും. സൂക്ഷ്മദർശിനി കണ്ടു. പുഷ്പ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് ചില റിവ്യൂ കേട്ടപ്പോൾ പിന്നെ ഞാൻ ഒന്ന് പതുക്കെ സ്ലോ ഡൗൺ ചെയ്തു. ഞാൻ പോകാതെ 3 മണിക്കൂർ 22 മിനിറ്റ്. അല്ല, ഞാൻ പോകുന്നത് രാത്രി 10 മണിക്ക് ശേഷമാണ്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ തൊട്ട് പിന്നെയും പ്രശ്നം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പാർലമെന്റ് തുടങ്ങി. വീക്കെൻഡ്സ് വരുന്നത് ഫ്രൈഡേ നൈറ്റ് എത്തും, സൺഡേ നൈറ്റ് പോകും. ഇപ്പോൾ സാറ്റർഡേ ആണ് ഒരു ദിവസമുള്ളത്. പിന്നെ പരമാവധി ഫാമിലി ആയിട്ട്. തൃശ്ശൂർ MP സിനിമകൾ കാണാറുണ്ടോ? സിനിമകൾ കാണാറുണ്ട്. ഇപ്പോൾ പിന്നെ അധികം അങ്ങനെ സിനിമ അല്ലല്ലോ, അല്ലാതെ തന്നെ പുള്ളിനെ ഞങ്ങൾ ലൈവായിട്ട് പുള്ളിയുടെ അഭിനയം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ആക്ഷൻസ് ഒക്കെ കഴിഞ്ഞ ദിവസം കണ്ടു. ഇനി എനിക്ക് കുറച്ച് വൺ ലൈനർ റെസ്പോൺസസ് ആണ്. അത് ഇഷ്ടമുള്ളവർക്ക് പറഞ്ഞാൽ മതി കേട്ടോ. താങ്കളുടെ ഈ ശബ്ദമൊക്കെ കളയുന്ന ഈ പാർലമെന്ററി സ്പീച്ചസ് ഉണ്ടല്ലോ, ഏറ്റവും അധികം ഘോരഘോരമായി താങ്കളോട് പോയി പ്രസംഗിക്കുന്ന ആ സ്പീച്ചസ് ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഒരു സീരീസ് ആയിട്ട് വരികയാണെങ്കിൽ അതിന് എന്ത് പേര് കൊടുക്കണം? പീപ്പിൾസ് വോയിസ്. നൈസ്. ഈ ലോങ് ബഡ്ജറ്റ് സെഷനെ എന്ത് സ്നാക്ക് കഴിച്ചാലും ഉറക്കല്ലാണ്ട് കണ്ണൊക്കെ എങ്ങനെയായിട്ട്, ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ തീപ്പെട്ടിക്കുള്ളിലേക്ക് വെച്ചിരിക്കില്ലേ, കപ്പലിൻ്റെ മിഠായിയാണ് ഞങ്ങൾ കഴിക്കാറുള്ളത്. ആണല്ലേ? അത്രയുള്ളൂ ബഡ്ജറ്റ് ഇന്ത്യ ഗവൺമെന്റ്. സ്നാക്സ് അതിൻ്റെ അകത്ത് അലൗഡ് അല്ലല്ലോ. ഓ ശരി തന്നെ. ഇത് ഞങ്ങള് രഹസ്യമായിട്ട് മറ്റ് മെമ്പേഴ്സ് കൊണ്ടുവരുന്ന സ്നാക്സ് ആണ് ഇതൊക്കെ. അപ്പോൾ പാർലമെന്റിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ അവരവരുടെ സ്പെഷ്യാലിറ്റി ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് മാത്രം ഉണ്ടാക്കുന്ന തമിഴ്നാട്ടിലൊരു സ്ഥലമുണ്ട്. അപ്പോൾ തമിഴ്നാട് MPs ആയിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക. ട്രിക്കി ആയിട്ടുള്ള പ്രസ് ക്വസ്റ്റ്യൻസ്, ഈ മാധ്യമങ്ങളുടെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതിങ്ങനെ അത് ഡോഡ്ജ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രിക്ക് പഠിച്ചിട്ടുണ്ടോ?
എന്താണത്? അവർ ചോദിക്കുന്ന ചോദ്യത്തിനേ മറുപടി പറയാം. അതാണ് വൺ സ്കിൽ. They will ask you a yes or no question, but you just divert it in a different way. You beat around the bush. ദാറ്റ് ഈസ് എ പൊളിറ്റീഷ്യൻ. ഒരു മീറ്റിംഗ് മിസ് ചെയ്താൽ അതിനൊരു ഗോ ടു എക്സ്ക്യൂസ് എന്തായിരിക്കും? It depends upon who it is or where it is. Genuine reasons, of course, we'll make sure we convey the genuine reasons. ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു സിനിമ താങ്കളുടെ ഈ ഒരു പൊളിറ്റിക്കൽ കരിയറിൽ ചാലഞ്ചസ് ഏറ്റെടുക്കാനായിട്ട് ഇൻസ്പയർ ചെയ്തൊരു പുസ്തകം അല്ലെങ്കിൽ ഒരു സിനിമ? ചാലഞ്ചസ് ഏറ്റെടുക്കാൻ അങ്ങനെ ഒരു പുസ്തകമല്ല. ഐ ഓൾവേസ് ക്യാരി എ ബുക്ക് വിത്ത് മീ, ഓക്കെ, വിച്ച് മോട്ടിവേറ്റ്സ് മീ, ഇൻസ്പയർസ് മീ. ഒരു ടോക്ക് ഷോ വൈഫ് ടെലിവിഷൻ ആങ്കർ ആയിരുന്നു എന്ന് എനിക്കറിയാം. സോ ഇഫ് യു ഹാഡ് ടു ഹോസ്റ്റ് എ ടോക്ക് ഷോ, അതിനെന്തായിരിക്കും പേര്? മനസ്സിലാലോചിച്ചിട്ടുണ്ട് ഒരു ടോക്ക് ഷോ ഉണ്ടാക്കണം, ഈ പീപ്പിൾ വോയിസ് തന്നെ, ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ടോക്ക് ഷോ. നമ്മൾ നടത്തുന്ന കോൺവെർസേഷൻ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ പൊളിറ്റിക്കൽ കോൺവെർസേഷൻ. സോ മേ ബി ദി അതർ സൈഡ് ഓഫ് ഈഡൻ. വെരി നൈസ്. വാ, പൊളിറ്റീഷ്യൻ ആയിരുന്നില്ലെങ്കിൽ എന്തായിരുന്നു അച്ഛനോട് പറഞ്ഞിരുന്നൊരു? അയ്യോ, ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. ഒന്നല്ലെങ്കിൽ എയർക്രാഫ്റ്റിലെ പൈസയെങ്കിലും കുറയ്ക്കും. എനിക്കൊന്ന് ചെന്നൈയിലേക്ക് നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ കാശ് എന്താണെന്നറിയോ? പൈലറ്റ് ആവണം എന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. പൈലറ്റിന് ഇത് കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്ത്യ ഗവൺമെന്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് പോലും സ്വന്തമായിട്ടില്ല. എന്തൊരു പൈസയെന്നറിയോ? ഞാൻ രാത്രി വരേണ്ടതാണ്. ടിക്കറ്റ്സ് ഇല്ല എന്ന് മാത്രമല്ല, എക്സ്പെൻസീവ്. ഇക്കണോമി ക്ലാസ്സിൽ ഇറ്റ്സ് മോർ ദാൻ 30,000 ഫ്രം കൊച്ചി ടു ഡൽഹി ടു കൊച്ചി. അറ്റ്ലീസ്റ്റ് ഡൽഹി ടു കൊച്ചി ഒരു 3 മണിക്കൂറെല്ലാം പ്ലെയിനിൽ ഇരിക്കാമല്ലോ. ഈ ചെന്നൈ ടു കൊച്ചി വെറും 40 മിനിറ്റിൽ കയറുമ്പോഴേക്കും ലാൻഡ് ചെയ്ത് ഞാൻ എന്തിനാണ് 15,000 രൂപ കൊടുക്കണേ? പക്ഷെ താങ്കളോട് ഞാൻ എൻ്റെ വിഷമം താങ്ക് യു സോ മച്ച്. ഐ വിൽ ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു വോട്ട് എനി പെറ്റീഷൻ ഓൺ ദാറ്റ്. ഇന്ത്യ മഹാരാജ്യത്ത് എപ്പോഴും തിരിച്ച് വീണ്ടും ഒരു സിറ്റിയിലേക്ക് പോകണം എന്ന് തോന്നുന്നത് ഏതാണ്? സിറ്റിയിലേക്ക്? വിച്ച് സിറ്റി യു ഓൾവേസ് ലവ് ടു ഗോ ബാക്ക്? ബാംഗ്ലൂരു. Oh, you studied there? No, just like that. Bangalore is like ഒരു കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു ഫ്രണ്ട്സായിട്ട് പോയിട്ടുണ്ട് ബാംഗ്ലൂർ. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയൊരു ഫ്രീഡം, ക്ലൈമറ്റ്, ഒരു ഭയങ്കര ഒരു വൈബുള്ള സിറ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് ബൈ ഓൾ മീൻസ്. അപ്പോൾ എപ്പോഴും അങ്ങോട്ടാണ്. ഇപ്പോൾ ചോദിച്ചാൽ യു വിസിറ്റഡ് ഓൾമോസ്റ്റ് എവറിവെയർ, കുറേ സ്ഥലങ്ങൾ പറയാം. പക്ഷെ പെട്ടെന്നൊരു മലയാളി കേരളത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന എനിക്കൊരു ഭക്ഷണമാണെങ്കിലും എല്ലാം. അതെ, ഒരു ടൈം ട്രാവൽ നടത്തുകയാണെങ്കിൽ ഏത് ഇയറിലേക്ക് പോകാനായിരുന്നു ആഗ്രഹം? കോളേജ് ഡേയ്സ്. ഇഫ് ഇറ്റ് ഇസ് എ പൊളിറ്റിക്കൽ ഇയർ, ഏത് കാലഘട്ടത്തിലെ ഒരു ലീഡർ ഇൻ ആക്ഷനെ കാണാൻ ആഗ്രഹം? If I could redo, then I'll become the national president again of the student organization. Nice. ഒരു വൺ സ്കിൽ ഓർ ഹോബി that you always wanted to master, പക്ഷെ ഇതുവരെയ്ക്കും അത് അങ്ങനെ കയ്യിൽ കിട്ടിയിട്ടില്ല? I used to play football, cricket. ഒന്നുമില്ല, കുറവാണ്, ഭയങ്കര കുറവാണ്. ഒരു ഡിഷ് ഒരിക്കലും ടയർഡ് ആവാതെ എപ്പോഴും യു കീപ്പ് ഓൺ ഓർഡറിങ് ഓർ ഈറ്റിംഗ്? ബിരിയാണി. എല്ലാവരും. ഇനി വൺ ഇതാണ്, ഏതർ ദിസ് ഓർ ദാറ്റ്. പാഷനേറ്റ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് സൈലൻസ്? പാഷനേറ്റ് ആർഗ്യുമെന്റ്. ഓക്കെ. ഈ പബ്ലിക് സ്പീക്കിംഗ് അതിൽ മൈക്ക് ഡ്രോപ്പ് മൊമെന്റ്സ് ആണോ അല്ലെങ്കിൽ എൻലെസ് അപ്ലോസ് ആണോ? ജസ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മൂഡ് ഓഫ് ദ ക്രൗഡ്. ഓക്കെ. ക്യാമ്പയിൻ വാക്കിംഗ് ഒരുപാട് ഇങ്ങനെ നടക്കുകയാണോ അതോ ഷേക്കിംഗ് ഹാൻഡ്സ് വിത്ത് പീപ്പിൾ? ബോത്ത്. ഓക്കെ. കോൺസ്റ്റിറ്റ്യുവൻസി വർക്ക് ഫീൽഡ് വിസിറ്റ് അല്ലെങ്കിൽ ഓഫീസ് അവേഴ്സ്? രണ്ടും അല്ലേ? ഫീൽഡ് വിസിറ്റ്. വൈറൽ ട്വീറ്റ്സ് അല്ലെങ്കിൽ ഹോൾസം റീൽ? ഏതാണ് ഇഷ്ടം? ഹോൾസം റീൽ. സ്പീച്ച് പ്രിപ്പറേഷൻ മിഡ് നൈറ്റ് ഓയിൽ ഓർ ഏർലി മോർണിംഗ് ബ്രില്യൻസ്? എപ്പോഴാണ് പ്രസംഗിക്കാൻ പെട്ടെന്നുള്ളൊരു ഇത് വരുന്നത്, പ്രൊഡക്റ്റീവ് ടൈം? സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഈ ഓർമ്മകൾ വെച്ചിട്ട് ഏർലി മോർണിംഗ് ആർ ഗുഡ്, നോട്ട് അറ്റ് ഓൾ ഫീസിബിൾ ഫോർ മീ. ഒരു വലിയ ലോങ് സെഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊന്ന് കാമറാക്കുക ദിവസം? ഒരു ബുക്കാണോ അതോ ഒരു ബിഞ്ച് വാച്ചിങ് ഒരു സീരീസ് ആണോ? ഓഫ് കോഴ്സ് നെറ്റ്ഫ്ലിക്സ് സീരീസ്. എന്താ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ? കുറേ കഴിഞ്ഞു. ഇപ്പോൾ ഒരു തമിഴ് മൂവി, ആ സോൾജിയർ മൂവി അമരൻ സ്റ്റാർട്ട്. ഈ സിനിമ കണ്ടതിന് ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ ഗദ്ഗദിക്കുവോ? ഗദ്ഗതൊക്കെ വരുമോ? കരയോ? ഐ മൈറ്റ് ക്രൈ. ആണല്ലേ? എന്നാ അമരൻ മുഴുവൻ കണ്ടാട്ടോ. സിനിമയുടെ ട്രാജിക് എൻഡ് ഒന്നും വേണ്ട. ഇറ്റ് മൈറ്റ് ബി എ ഹാപ്പി മൂമെന്റ്. ഐ മൈറ്റ് ക്രൈ. എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. ഞാനത് ചിലപ്പോൾ ഭയങ്കര എവിടെയോ എന്നെ ഇമോഷണൽ ആക്കും. അതെ, ഒരു മലയാള സിനിമ എന്നെ എത്ര പൊളിറ്റിക്കൽ പ്രഷറോ ചിലപ്പോൾ ഒരു ഇഷ്യൂ വന്നാൽ ഞാൻ ഫൈറ്റ് ചിലപ്പോൾ അറിയില്ല. ബട്ട് ദിസ് മേക്ക് മീ. ഇതൊരു ക്ലീഷേഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷേ രണ്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർസ് നല്ല ഗംഭീരമായി സ്ക്രീനിൽ കറിയുന്നവരാണ്, ലാൽ സർ ആണെങ്കിലും മമ്മൂക്കി ആണെങ്കിലും. അപ്പോൾ രണ്ട് സിനിമകൾ, ഒരു സിനിമ രണ്ടുപേരെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സിനിമ ഏതാ? രണ്ടുപേരുടെ
സിനിമ ഓൾവേസ് തൂവാനത്തുമ്പി. കറക്റ്റ്, ഞാൻ വിചാരിച്ചത് പറയുന്നു. എനി ഡേ ജയകൃഷ്ണൻ. I can just watch and on and I can just say the dialogues one by one. അത് ഒരു നാരങ്ങുള്ള അങ്ങോട്ട് കാച്ചിയാലോ ചലോ. തുടങ്ങിയിട്ട് the songs and everything about that. I told her on her face. എൻ്റെ മോളുടെ പേര് ക്ലാര എന്നാണ്. ക്ലാര. ഓ യാ. ഞാൻ സുമലതയോട് ഞാൻ പറഞ്ഞു I watched like more than 50 times. ഞാൻ പറഞ്ഞു ഞങ്ങളൊരു ഇൻഫോർമൽ മീറ്റിംഗിൽ ഗ്യാതറിംഗിൽ പറഞ്ഞു. ഷീ ഈസ് നോട്ട് നൗ ഇൻ ദ പാർലമെന്റ്. ലാസ്റ്റ് പാർലമെന്റിൽ. ആൻഡ് അബൌട്ട് മമ്മൂക്കയുടെ പടം. പടം ഒത്തിരി ഉണ്ട്, പക്ഷെ നല്ല പെട്ടെന്ന് വരുന്നത് മമ്മൂക്കനെ ചിലപ്പോൾ കുട്ടേട്ടനായിരിക്കും, ചിലപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഓക്കെ അപ്രോച്ചിലുള്ളത്. ഓക്കെ. ഒരു സക്സസ് സെലിബ്രേഷൻ, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വിചാരിച്ചാൽ അത് ക്വയറ്റ് ഫാമിലി ഡിന്നറാണോ അതോ ഭയങ്കര പാർട്ടി തരത്തിൽ നടത്തുന്ന സെലിബ്രേഷൻ ആണോ ഇഷ്ടം? വെരി ക്വയറ്റ് ഫാമിലി സ്പേസ് ഡിന്നർ. ഓക്കെ. ഹൈബി ഈടുന്നൊരു എം പിയെ കുറിച്ച് ആൾക്കാർക്ക് അറിയാത്തൊരു 2 സർപ്രൈസ് എലിമെന്റ്സ് ഞങ്ങൾക്ക് പറയുമോ? സർപ്രൈസ് ആയിട്ട് എലിമെന്റ്സ് ഒന്നുമില്ല. ഐ ലവ് ഗുഡ് ഫുഡ്. ഐ ലവ് ടു ഗോ ഫോർ എ നൈറ്റ് ഡ്രൈവ് വിച്ച് വി ഹാവൻ ഗോൺ ഫോർ എ വെരി ലോങ് ടൈം. ഈ നഗരത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് സൈക്കിൾ ചവിട്ടാൻ പോകും രാത്രി. അപ്പോൾ ദാറ്റ് ഈസ് ടൈം വെൻ ഐ സീ ദ അതർ സൈഡ് ഓഫ് ദ സിറ്റി. And when I go quietly, nobody recognizes me. I can see how waste is dumped, where there is no street lights, where the roads are bad. And youngsters are enjoying their life like anything. ഇത് ഇവിടുത്തെ ആൾക്കാർ മാത്രമല്ല, പുറത്തുനിന്നുള്ള ഒത്തിരി കുട്ടികൾ ഇപ്പോൾ എറണാകുളത്തുണ്ട്. അപ്പോൾ ദ നൈറ്റ് ലൈഫ് ഇസ് ലൈക്ക് മോർ കൈൻഡ് ഓഫ്. എറണാകുളത്ത് ആരെങ്കിലും താങ്കളുടെ പേര് തെറ്റി വേറൊരു എം പിയുടെ പേര് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അതെങ്ങനെയാ? ഞാനങ്ങനെ ഇറങ്ങി ഇവിടെ എത്തണവരേക്ക് എത്ര ഫോട്ടോ എന്നറിയോ? ഹൈബീഡിനെ വിജയിപ്പിക്കുക, ഹൈബീഡിനെ വിജയിപ്പിക്കുക, എത്ര ഫോട്ടോ എന്നറിയോ? എനിക്ക് എണ്ണി 134 ഫോട്ടോ എണ്ണി. എന്നോട് അത് ഇടയിലൊക്കെ ഞാൻ കുറച്ച് ഇതായിരുന്നു. കണ്ണൂർ ആദ്യം വന്നു ഹൈബീഡ്. നല്ല കാര്യമാണ്. 2025 ഒരു മെയിൻ ഫോക്കസ് എന്തായിരിക്കും? പേഴ്സണൽ ഗോൾ, പൊളിറ്റിക്സ് അല്ല. ഒരു സ്ഥിരം പറയുന്നതായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ടു മെയിൻറ്റെയിൻ, to do some exercises, to work out, to go somewhere. ഒരു ഫിറ്റ്നസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വർഷമാകണം. ജനുവരി 1 തീയതി എല്ലാവരും വിചാരിക്കുന്ന ഒരു അല്ല, ജനുവരി 1 കാര്യമല്ല ഞാൻ പറയണം, ഒരു ഇയറിലെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്. ഞാൻ ഐ യൂസ് ടു സൈക്കിൾ, ഞാൻ നടക്കും, സൈക്കിൾ ചെയ്യും. പക്ഷെ അറ്റ് ആൻ എൻഡ് ഓഫ് എ ടയറിംഗ് ഡേ രാവിലെ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഐ എൻജോയ് മൈ മോർണിംഗ് സ്ലീപ്പ്. 5-6 o'clock ഒക്കെ ഞാൻ നന്ന സുഖമായിട്ട് ഉറങ്ങുന്ന സമയമാണ്. പിന്നെ ആൾക്കാർ വരും, പിന്നെ ആളുകളെ കാണും. പിന്നെ ആളുകൾ ഇരിക്കുമ്പോൾ എനിക്ക് പോയി നടക്കാനോ അല്ലെങ്കിൽ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാണാനോ എനിക്ക് താല്പര്യമില്ല. ഐ ഷുഡ് ഗിവ് ദം ടൈം. ഐ ഷുഡ് ഗിവ് പേഷ്യൻ്റ് ലിസ്ണിങ്. അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കണം. അപ്പോൾ അതിന് ഞാൻ സമയം രാവിലെ മാറ്റി വെച്ചിരിക്കും. അപ്പോൾ രാത്രിയാണ് പ്രിഫറബിളി ഞാൻ ചെയ്യുന്നത്. രാത്രി ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഉഴപ്പാണ്. അപ്പോൾ ആ ഉഴപ്പൊന്ന് മാറ്റണം എന്നുള്ളതാണ്. ചാണ്ടി ഉമ്മനോട് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ ലാസ്റ്റ് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. അതായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ബയോപിക് ചെയ്യുകയാണെങ്കിൽ അതിൽ ആർക്കായിരിക്കും മലയാള സിനിമയിൽ അത് ചെയ്യാനുള്ളത്? അതുമാതിരി ചോദിച്ചു, താങ്കളുടെ ഡാഡിയെക്കുറിച്ചൊരു ബയോപിക്, അതിൽ താങ്കളുടെ റോളും താങ്കളുടെ അച്ഛൻ്റെ റോളും ആര് ചെയ്യണം? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ചാണ്ടിയുടെ ഉത്തരം ഞാൻ പറയാം. മമ്മൂക്ക ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ. മറ്റേ മകനപ്പം ദുൽഖർ ആയിരിക്കുമല്ലോ. അത് കൊള്ളാം. അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുള്ള സത്യം. ആലോചിക്കുമ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം ഞാൻ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ എനിക്ക് പറയണ ഉത്തരം. ഇതൊരു വളരെ നല്ലൊരു കോൺവെർസേഷൻ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്. ഞാൻ എന്താ പറയുക, ഒരു മേ ബി വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം, ഒരു FTQ കാലഘട്ടം മുതൽ ഓൺ സ്ക്രീൻ കാണുന്ന ഒരാള്. താങ്ക് യു സോ മച്ച്. പറഞ്ഞല്ലോ, കൊച്ചുകുട്ടി കാലം മുതലേ ഞാൻ കണ്ടു തുടങ്ങിയതെന്നാണ് മനസ്സിൽ വന്നത്. നമ്മള് അപ്രിയ സത്യങ്ങൾ പറയാൻ പാടില്ലെന്നാണല്ലോ. Thank you for having me here. Yes, thank you and have a Merry Christmas, Happy New Year. Merry Christmas and Happy New Year. Thank you.